അസ്സലാമു അലൈക്കും. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു ടാക്സിയിലുള്ളത്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടാക്സി ഡ്രൈവർക്ക് ഒരു ഫൈൻ വന്നു. 50 KD മേലിൽ ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക 10-15 മിനിറ്റായി. ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റായിട്ട് ഒരു ടാക്സി ഡ്രൈവറല്ലേ, ഫസ്റ്റായിട്ട് കാണുമ്പോൾ എങ്ങനെ പോയെന്ന് അറിയില്ല കറക്റ്റ്. അപ്പോൾ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും മൂപ്പർക്ക് പറ്റുന്നേ ഇല്ല, അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. മീൻസ് ആ പൈസയുടെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത് തിന്നാണ്ടും കുടിക്കാണ്ടുണ്ടാക്കുന്ന പൈസയായിരിക്കും. പാകിസ്ഥാനിയാണ് അദ്ദേഹം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഭയങ്കര വിഷമത്തോടെ ഇരിക്കും. ഇത് നിൽക്കുന്നില്ല. ഞാൻ മാക്സിമം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ട്, നമുക്ക് പോയതല്ല, ഇനിയിപ്പോൾ പൈസയും പോയി, നിങ്ങളിനിപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ടിരുന്ന ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ നിൽക്കുന്നില്ല, ഭയങ്കര ടെൻഷനില്ല. സത്യം നമുക്കൊന്ന് കണ്ണെന്ന് വിളം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ പ്രവാസികളും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് അത് ചിലവഴിക്കുന്ന സമയത്ത് 100% അത് നാട്ടിലുള്ള എല്ലാവരും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചിലവഴിക്കണം എന്നുള്ള കേസ് പറഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പറയുവാണ്, അത്രയും വിഷമം ഉണ്ടാവില്ലേ ഇത്രയോ ഒരാളോട്, ഇതുവരെ കാണാത്ത ഒരാളോട് ഇത്രയും അധികം മൂപ്പരനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ 100% അയാൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പൈസയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കില്ല എല്ലാ പ്രവാസികളും, ഞാനും നിങ്ങളും ടോട്ടൽ ഇങ്ങനെ ഇന്നലെ ഉണ്ടാക്കുന്നുണ്ടാകും. സോ എപ്പോഴും ആ പൈസ തൊടുന്ന സമയത്ത് അതിൽ നിങ്ങളൊരു കരുതൽ വെക്കണം. ഇത് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ എന്നുള്ളത്. അത് എത്ര കോടീശ്വരനായിക്കോട്ടെ, എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ, പൈസ ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ട് തന്നെയാണ്. ഓക്കെ, കീപ് സ്മൈൽ, ബൈ.